രണ്ടാമത്തെ കാര്യം, ചില കുട്ടികളുണ്ടല്ലോ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് കരച്ചിൽ വരും, മിണ്ടുന്നതിന് മുമ്പ് ഉറക്കെ കരുത്തി, ചെറിയ കുട്ടികളാണെങ്കിൽ വളരെ ഉറക്കെ കരയുന്നത് കേൾക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ ടെൻഡൻസി എന്താണ്? കുട്ടികളോട് പറയുന്നത്, ദേഷ്യപ്പെട്ട് പറയും, ഇതെന്ത് കരച്ചിലാണ്, കരച്ചിൽ നിർത്തൂ എന്ന് ദേഷ്യപ്പെട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ ഒരു ഇമോഷൻ, അതായത് സങ്കടമോ വിഷമോ എല്ലാം പുറത്തേക്ക് പെട്ടെന്ന് കാണിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണല്ലോ കരച്ചിൽ. അപ്പോൾ ഒരു കുട്ടി ഏത് സമയം ഇങ്ങനെ കരയുമ്പോൾ എപ്പോഴും കരച്ചിൽ നിർത്തൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ കുട്ടിയുടെ വിചാരം എന്താണ്? ഒരിക്കലും കരയാൻ പാടില്ല, നമ്മുടെ വിഷമവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നല്ലവണ്ണം അടക്കി വെക്കണമെന്നാണ്. അതിന് പകരം നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്തിനാണ് കരയുന്നത്? എന്താണ് പ്രശ്നം? എന്താണ് മോളുടെ വിഷമം? തുറന്ന് പറയൂ, നമുക്ക് നോക്കാം അതിന് പരിഹാരമുണ്ടോ എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളുടെ സന്തോഷവും കുട്ടികൾക്കൊരു സമാധാനവും കിട്ടുന്നത് ഒന്ന് കണ്ടു നോക്കൂ. പേടിച്ചിട്ട് കരയുകയാണോ, വിഷമിച്ചിട്ട് കരയുകയാണോ, എല്ലാം തുറന്ന് പറയൂ എന്ന് പറയും.